പട്ടാപ്പകൽ ഉച്ചവെയിലിൽ തിളങ്ങി നിൽക്കുന്ന നഗരങ്ങൾ പെട്ടെന്ന് നിഴലിലേക്ക് വീഴുക, ആകാശം ഇരുണ്ട് നക്ഷത്രങ്ങൾ തെളിയുക, താപനില പെട്ടെന്ന് താഴേക്ക് പതിക്കുക. കേൾക്കുമ്പോൾ തന്നെ അത്ഭുതം തോന്നുന്ന ഈ ജ്യോതിശാസ്ത്ര പ്രതിഭാസത്തിന് സാക്ഷ്യം വഹിക്കാൻ ഒരുങ്ങുകയാണ് സൗദി അറേബ്യ. 2027 ഓഗസ്റ്റ് 2 സംഭവിക്കാനിരിക്കുന്ന സമ്പൂർണ്ണ സൂര്യഗ്രഹണം മധ്യപൂർവേഷ്യൻ ചരിത്രത്തിലെ തന്നെ ഏറ്റവും അപൂർവമായ സംഭവങ്ങളിലൊന്നായിരിക്കും. ഏകദേശം 6 മിനിറ്റോളം രാജ്യത്തിന്റെ വലിയൊരു ഭാഗം പൂർണ്ണമായും ഇരുട്ടിലാകും. 77 വർഷത്തെ നീണ്ട കാത്തിരിപ്പിന് ശേഷമാണ് സൗദി മണ്ണിലേക്ക് ഈ അപൂർവ പ്രതിഭാസം വീണ്ടും എത്തുന്നത്. ഇതിനു മുമ്പ് സൗദി അറേബ്യയിലെ സമ്പൂർണ്ണ സൂര്യഗ്രഹണം ദൃശ്യമായത് 1952-ലായിരുന്നു. അന്ന് ഉച്ചസമയത്ത് സൂര്യൻ പൂർണ്ണമായി മറയുകയും രാജ്യം മുഴുവൻ രാത്രി പോലെ ഇരുളുകയും ചെയ്തു. സൗദി ജനതയുടെ വാമൊഴി ചരിത്രത്തിലും പ്രാദേശിക ഓർമ്മകളിലും ആ വർഷം ആമൂത്ത് തലാമ അല്ലെങ്കിൽ ഇരുട്ടിൻ്റെ വർഷം, ഇയർ ഓഫ് ഡാർക്ക്നെസ് എന്നാണ് അറിയപ്പെടുന്നത്. സാങ്കേതിക വിദ്യയും വാർത്താവിനിമയ ഉപാധികളും വികസിച്ചിട്ടില്ലാത്ത അക്കാലത്ത് പെട്ടെന്നുണ്ടായ ഈ ഇരുട്ടടി ജനങ്ങളിൽ വലിയ അമ്പരപ്പും ആശങ്കയും സൃഷ്ടിച്ചിരുന്നു. എന്നാൽ 7 പതിറ്റാണ്ടുകൾക്കിപ്പുറം 2027 ഓഗസ്റ്റ് 2 വീണ്ടും ഒരു സമ്പൂർണ്ണ ഗ്രഹണം എത്തുമ്പോൾ ലോകം അതിനെ ശാസ്ത്രീയ കൗതുകത്തോടെയും വലിയ ആവേശത്തോടെയുമാണ് കാത്തിരിക്കുന്നത്. 21-ാം നൂറ്റാണ്ടിൽ കരഭൂമിയിൽ ദൃശ്യമാകുന്ന ഏറ്റവും ദൈർഘ്യമേറിയ സമ്പൂർണ്ണ സൂര്യഗ്രഹണങ്ങളിലൊന്നായിരിക്കും ഇത്. ജിദ്ദ ആസ്ട്രോണമിക്കൽ സൊസൈറ്റി മേധാവി മാജിദ് അബു സഹ്റയുടെ വിശദീകരണമനുസരിച്ച് സമ്പൂർണ്ണ ഗ്രഹണത്തിന്റെ പാത ചെങ്കടൽ തീരത്തു നിന്നാണ് ആരംഭിക്കുന്നത്. തുടർന്ന് സൗദിയുടെ പടിഞ്ഞാറൻ, തെക്കുപടിഞ്ഞാറൻ മേഖലകളിലൂടെ ഇത് കടന്നുപോകും. ഇസ്ലാമിന്റെ പുണ്യനഗരിയായ മക്ക, വാണിജ്യ തലസ്ഥാനമായ ജിദ്ദ, സുഖവാസ കേന്ദ്രങ്ങളായ തായിഫ്, അൽബാഹ, അൽ ഖുൻഫുദ, ഖമീസ്, മുഷൈത്ത്, ജിസാൻ, നജ്റാൻ തുടങ്ങിയ പ്രധാന നഗരങ്ങളെല്ലാം ഈ സമ്പൂർണ്ണ ഗ്രഹണ പാതയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഈ നഗരങ്ങളിൽ സൂര്യൻ പൂർണ്ണമായും ചന്ദ്രന്റെ നിഴലിൽ മറയും. അതേസമയം റിയാദ് ഉൾപ്പെടെ രാജ്യത്തിന്റെ മറ്റ് ഭാഗങ്ങളിൽ ഭാഗിക സൂര്യഗ്രഹണമായിരിക്കും അനുഭവപ്പെടുക. സൗദി കാലാവസ്ഥാ പരിസ്ഥിതി വിദഗ്ധൻ ഖാലിദ് അൽ സാഖ് വ്യക്തമാക്കുന്നതനുസരിച്ച് സൗദിയിലെ ചില പ്രദേശങ്ങളിൽ സമ്പൂർണ്ണ ഗ്രഹണം 5 മിനിറ്റും 55 സെക്കൻഡും വരെ നീണ്ടു നിൽക്കും എന്നതാണ്. ഉച്ചസമയത്ത് സാധാരണയായി അനുഭവപ്പെടുന്ന കടുത്ത ചൂടിന് പകരം പെട്ടെന്ന് താപനിലയിൽ വലിയ കുറവുണ്ടാകും. സൂര്യൻ പൂർണ്ണമായി മറയുന്ന ആ അപൂർവ നിമിഷങ്ങളിൽ ആകാശത്ത് മനോഹരമായ ചില ജ്യോതിശാസ്ത്ര ദൃശ്യങ്ങൾ തെളിയും. സൂര്യന്റെ ഏറ്റവും പുറമെയുള്ള പ്രഭാവലയമായ കൊറോണ സാധാരണ ദിവസങ്ങളിൽ കണ്ണഞ്ചിപ്പിക്കുന്ന സൂര്യപ്രകാശം കാരണം കാണാൻ കഴിയില്ല. എന്നാൽ സമ്പൂർണ്ണ ഗ്രഹണ സമയത്ത് ഇത് വെള്ളി വെളിച്ചത്തിൽ കിരീടം പോലെ തിളങ്ങി നിൽക്കുന്നത് വ്യക്തമായി കാണാൻ സാധിക്കും. സൂര്യൻ പൂർണ്ണമായി മറയുന്നതിന് തൊട്ടുമുമ്പും ഗ്രഹണം കഴിഞ്ഞ് പുറത്തു വരുന്ന ആദ്യ നിമിഷത്തിലും ചന്ദ്രന്റെ വശങ്ങളിലൂടെ പ്രകാശം മിന്നിമറയുന്ന ഡയമണ്ട് റിംഗ് പ്രതിഭാസം ദൃശ്യമാകും. വാനനിരീക്ഷകരെ ഏറ്റവും കൂടുതൽ ആകർഷിക്കുന്ന കാഴ്ചയാണിത്. ചന്ദ്രനിലെ പർവ്വതങ്ങൾക്കും കുഴികൾക്കും ഇടയിലൂടെ സൂര്യപ്രകാശം തട്ടിത്തെറിച്ച് മുത്തുമണികൾ പോലെ തിളങ്ങുന്ന പ്രകാശ ബിന്ദുക്കളുടെ നിരയാണ് ബെയ്ലീസ് ബീഡ്സ്. ഉച്ചനേരത്ത് ആകാശം ഇരുളുന്നതോടെ വ്യാഴം, ശുക്രൻ തുടങ്ങിയ ഗ്രഹങ്ങളും പ്രകാശമേറിയ നക്ഷത്രങ്ങളും സാധാരണ രാത്രിയിൽ എന്ന പോലെ ആകാശത്ത് തെളിഞ്ഞു കാണപ്പെടും. 2027 ഓഗസ്റ്റിലെ ഈ സൂര്യഗ്രഹണം കേവലം ഒരു ജ്യോതിശാസ്ത്ര സംഭവം മാത്രമായിരിക്കില്ല, മറിച്ച് സൗദി അറേബ്യയുടെ ടൂറിസം മേഖലയ്ക്ക് വൻ കുതിപ്പേകുന്ന ഒന്നായി മാറും. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള വാനനിരീക്ഷകർ, ശാസ്ത്രജ്ഞർ, അന്താരാഷ്ട്ര മാധ്യമങ്ങൾ, ഫോട്ടോഗ്രാഫർമാർ, ഗ്രഹണ പ്രേമികർ എന്നിവർ സൗദിയിലേക്ക് ഒഴുകിയെത്തുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. സൗദി അറേബ്യയുടെ വിഷൻ 2030 പദ്ധതിയുടെ ഭാഗമായി വിനോദസഞ്ചാര മേഖല വികസിപ്പിക്കുന്ന സാഹചര്യത്തിൽ ആസ്ട്രോ ടൂറിസം അല്ലെങ്കിൽ ശാസ്ത്ര വിനോദസഞ്ചാരത്തിന് ഈ സംഭവം വലിയ പ്രാധാന്യം നൽകും. ചെങ്കടൽ തീരത്തും മരുഭൂമിയിലെ പ്രത്യേക കേന്ദ്രങ്ങളിലും വാന നിരീക്ഷണത്തിനായി പ്രത്യേക സൗകര്യങ്ങൾ ഒരുക്കാൻ സൗദി ഭരണകൂടവും വിവിധ ഏജൻസികളും പദ്ധതിയിടുന്നുണ്ട്. സൗദി അറേബ്യയിൽ പ്രത്യേകിച്ച് ജിദ്ദ, മക്ക, ജിസാൻ, തായിഫ് തുടങ്ങിയ മേഖലകളിൽ ലക്ഷക്കണക്കിന് മലയാളി പ്രവാസികളാണ് താമസിക്കുന്നത്. സ്വന്തം തൊഴിലിടങ്ങളിൽ നിന്നോ താമസ സ്ഥലങ്ങളിൽ നിന്നോ തന്നെ ജീവിതത്തിൽ ഒരിക്കൽ മാത്രം കാണാൻ കഴിയുന്ന ഈ അപൂർവ കാഴ്ചയ്ക്ക് സാക്ഷ്യം വഹിക്കാൻ അവർക്ക് അവസരം ലഭിക്കും. കൂടാതെ ഉംറ തീർത്ഥാടകർക്കും ഈ ദിനം ആത്മീയമായും അവിസ്മരണീയമായ ഒരു അനുഭവമായിരിക്കും ഉണ്ടാക്കുക. ഇസ്ലാമിക ആചാരപ്രകാരം സൂര്യഗ്രഹണ സമയത്ത് പ്രത്യേക പ്രാർത്ഥനയായ കുസൂഫ് നമസ്കാരം നിർവഹിക്കാറുണ്ട്. മക്കയിലെ മസ്ജിദുൽ ഹറാമിലും മദീനയിലെ മസ്ജിദ് നബവിയിലും ദശലക്ഷക്കണക്കിന് തീർത്ഥാടകർ പങ്കാളികളാകുന്ന പ്രത്യേക കുസൂഫ് നമസ്കാരവും പ്രാർത്ഥനകളും അന്നേ ദിവസം നടക്കും. 2027 ഓഗസ്റ്റ് 2 സൂര്യഗ്രഹണം വടക്കേ ആഫ്രിക്കൻ രാജ്യങ്ങളിലൂടെയും കടന്നു പോകുന്നുണ്ടെങ്കിലും ശാന്തമായ കാലാവസ്ഥയും വാന നിരീക്ഷണത്തിനുള്ള തെളിഞ്ഞ ആകാശവും സൗദി അറേബ്യയെ ലോകത്തിലെ ഏറ്റവും അനുയോജ്യമായ കാഴ്ചാ കേന്ദ്രങ്ങളിലൊന്നാക്കി മാറ്റുന്നു. ശാസ്ത്രലോകത്തിനും പ്രകൃതി സ്നേഹികൾക്കും ഒരുപോലെ ആഘോഷമാക്കാവുന്ന ഈ ആകാശ വിസ്മയത്തിനായി ആവേശത്തോടെ കാത്തിരിക്കുകയാണ് ലോകം. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.